പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക ജപ്പാൻ സന്ദർശനം ഇന്ത്യ-ജപ്പാൻ ബന്ധത്തിൽ പുതിയ അധ്യായം കുറിക്കുന്ന ഒന്നായി മാറി. ടോക്കിയോയിൽ നിന്ന് സെൻഡായ് നഗരത്തിലേക്കുള്ള യാത്രയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ ജാപ്പനീസ് കൗണ്ടർ പാർട്ടായ ഷിഗേരു ഇഷിബയും ഒരുമിച്ച് ബുള്ളറ്റ് ട്രെയിനിൽ സഞ്ചരിച്ചത് ഈ സൗഹൃദത്തിന്റെ ആഴം വിളിച്ചോതുന്നു. ജപ്പാനിലെ ഈ ഹൈസ്പീഡ് ട്രെയിൻ യാത്ര കേവലം ഒരു കാഴ്ചാനുഭവമായിരുന്നില്ല, മറിച്ച് ഇന്ത്യയുടെ ബുള്ളറ്റ് ട്രെയിൻ സ്വപ്നങ്ങൾക്ക് ഊർജം പകരുന്ന ഒരു സുപ്രധാന ചുവടുവയ്പ് കൂടിയായിരുന്നു. ഷിക്കാൻസൻ ആൽഫ എക്സ് ട്രെയിനിലാണ് ഇരു നേതാക്കളും യാത്ര ചെയ്തത്. ഈ ട്രെയിനിന്റെ സാങ്കേതിക വിദ്യയെക്കുറിച്ചും ഭാവി സാധ്യതകളെക്കുറിച്ചും ഈസ്റ്റ് ജപ്പാൻ റെയിൽവേ കമ്പനി ചെയർമാൻ പ്രധാനമന്ത്രി മോദിക്ക് വിശദീകരിച്ചു. ഈ യാത്രയ്ക്കിടെ ട്രെയിനിന്റെ പ്രവർത്തനം മനസ്സിലാക്കിയ മോദി മുംബൈ അഹമ്മദാബാദ് ഹൈസ്പീഡ് റെയിൽ കോറിഡോറിൽ ഈ അതിവേഗ ട്രെയിനുകൾ ഓടിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് വ്യക്തമാക്കി. നിലവിൽ ജപ്പാനിൽ പരിശീലനം നേടുന്ന ഇന്ത്യൻ ട്രെയിൻ ഡ്രൈവർമാർ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ അണിനിരുന്നത് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ഈ സാങ്കേതിക സഹകരണത്തിന്റെ യഥാർത്ഥ ചിത്രം കാണിച്ചു തന്നു. മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഒരു നാഴികക്കല്ലാണ്. 508 കിലോമീറ്റർ നീളമുള്ള ഈ പദ്ധതിക്ക് 1,80,000 കോടി രൂപയാണ് മൊത്തം ചെലവ് കണക്കാക്കുന്നത്. ഇതിന്റെ 81%, അതായത് ഏകദേശം 88,000 കോടി രൂപ ജപ്പാൻ ഇന്റർനാഷണൽ കോർപ്പറേഷൻ ഏജൻസിയാണ് ധനസഹായം ചെയ്യുന്നത്. ബാക്കി തുക ഇന്ത്യൻ റെയിൽവേ മന്ത്രാലയവും മഹാരാഷ്ട്ര, ഗുജറാത്ത് സംസ്ഥാന സർക്കാരുകളും സംയുക്തമായി വഹിക്കും. ഈ പദ്ധതിക്കായി ആദ്യം ജപ്പാനിലെ E5 സീരീസ് ബുള്ളറ്റ് ട്രെയിനുകളാണ് പരിഗണിച്ചിരിക്കുന്നത്. എന്നാൽ സാങ്കേതികവിദ്യയുടെ വേഗത്തിലുള്ള വളർച്ച കണക്കിലെടുത്ത് ജപ്പാൻ E10 സീരീസ് ട്രെയിനുകൾ ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്തു. ജപ്പാനിലെ പ്രശസ്തമായ ചെറി ബ്ലോസം പൂക്കളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് E10 ട്രെയിനുകളുടെ രൂപകൽപ്പന. ഈ ട്രെയിനുകൾക്ക് ഭൂകമ്പത്തെ അതിജീവിക്കാനുള്ള പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. എല്ലാ ആകൃതിയിലുള്ള ഗൈഡുകളും ലേറ്ററൽ ഡാംപറുകളും ഉപയോഗിച്ച് ഭൂകമ്പ സമയത്ത് പാളം തെറ്റുന്നത് തടയാൻ ഈ ട്രെയിനുകൾക്ക് സാധിക്കും. ഇത് ഇന്ത്യയെപ്പോലെ ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശങ്ങളുള്ള രാജ്യത്തിന് ഏറെ പ്രയോജനകരമാണ്. കൂടാതെ E10 ട്രെയിനുകൾക്ക് മെച്ചപ്പെട്ട ബ്രേക്കിംഗ് സംവിധാനങ്ങളുണ്ട്. ഇത് ട്രെയിനിന്റെ വേഗത കുറയ്ക്കുന്നതിനുള്ള ദൂരം 15% കുറയ്ക്കുന്നു. അതായത് E5 സീരീസിന് 4 കിലോമീറ്റർ ദൂരം വേണ്ടിവരുമ്പോൾ E10 ട്രെയിനുകൾക്ക് 3.4 കിലോമീറ്ററിനുള്ളിൽ പൂർണ്ണമായി നിർത്താൻ കഴിയും. ഈ അതിവേഗ ട്രെയിനുകളിൽ കൂടുതൽ ലഗേജ് സ്പേസ്, വീൽചെയർ ഉപയോഗിക്കുന്നവർക്കായി പ്രത്യേക വിൻഡോ സീറ്റുകൾ, കൂടുതൽ യാത്രക്കാരെയോ ചരക്കുകളെയോ ഉൾക്കൊള്ളാൻ മാറ്റങ്ങൾ വരുത്താവുന്ന സീറ്റിംഗ് ലേഔട്ട് എന്നിവയുമുണ്ട്. കൂടാതെ ബിസിനസ് ക്ലാസ്സിൽ ലെതർ റീക്ലൈനർ സീറ്റുകളും മടക്കാവുന്ന ഡെസ്കുകളും ഓൺബോർഡ് വൈഫൈ സൗകര്യങ്ങളും ലഭ്യമാണ്. ഇന്ത്യയിലെ ബുള്ളറ്റ് ട്രെയിനുകൾ പച്ച നിറത്തിൽ വിവിധ ഷെയ്ഡുകളിലായിരിക്കും. ഈ അതിനൂതന സാങ്കേതിക വിദ്യ ഇന്ത്യയിലും ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള സാധ്യതകളെക്കുറിച്ച് ഇരു രാജ്യങ്ങളും ചർച്ചകൾ നടത്തി വരികയാണ്. ഇത് ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് വലിയൊരു ഉത്തേജനം നൽകും. മുംബൈ അഹമ്മദാബാദ് പാതയിൽ 2027ഓടെ വാണിജ്യ സേവനങ്ങൾ ആരംഭിക്കുമെന്നും 2026ഓടെ പരീക്ഷണ ഓട്ടങ്ങൾ ആരംഭിക്കുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. ബുള്ളറ്റ് ട്രെയിൻ യാത്രയ്ക്ക് പുറമെ പ്രധാനമന്ത്രി മോദി ടോക്കിയോയിൽ ജപ്പാനിലെ 16 പ്രിഫെക്ചറുകളിലെ ഗവർണർമാരുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ-ജപ്പാൻ ബന്ധം നഗരങ്ങളിൽ മാത്രം ഒതുങ്ങാതെ സംസ്ഥാനങ്ങളും പ്രിഫെക്ചറുകളും തമ്മിൽ സഹകരണം ശക്തിപ്പെടുത്തേണ്ടതിൻ്റെ പ്രാധാന്യം അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. വ്യാപാരം, സാങ്കേതികവിദ്യ, ടൂറിസം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ ഈ സഹകരണം പുതിയ വാതിലുകൾ തുറക്കുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ കൂടിക്കാഴ്ച ഇന്ത്യയുടെ വികസന കുതിപ്പിൽ ജപ്പാന്റെ എല്ലാ ഭാഗത്തു നിന്നും പങ്കാളിത്തം ഉറപ്പുവരുത്താൻ ലക്ഷ്യമിട്ടുള്ളതാണ്. ആഗോളതലത്തിൽ സാമ്പത്തിക പങ്കാളിത്തവും തന്ത്രപ്രധാനമായ സഹകരണവും വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഇന്ത്യ-ജപ്പാൻ സംയുക്ത സംരംഭങ്ങളുടെ ഭാഗമാണ് ഈ നീക്കങ്ങൾ.